ദൈവരാജ്യത്തിൻ്റെ വേലയിലെ പങ്കാളിത്തമുള്ള ശുശ്രൂഷകരായി നമ്മൾ ഓരോരുത്തരെയും ദൈവം വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ വക്താക്കളായിട്ട് നിന്നാൽ ഈ പറയുന്ന ഗുണഗണങ്ങളൊക്കെ ദൈവം ആ വ്യക്തിയിലൂടെ ആ കുടുംബത്തിന് കിട്ടും, ആ വ്യക്തിക്ക് കിട്ടും, ആ വ്യക്തിയുമായിട്ട് ഇടപെടുന്ന എല്ലാ മേഖലയിലേക്ക് കിട്ടും, ആ വ്യക്തിയുമായിട്ട് സഞ്ചരിക്കുന്ന വഴികളിൽ കിട്ടും, കണ്ടുമുട്ടുന്നവരിലേക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വളരെ സിമ്പിളായിട്ട് നമുക്ക് ധ്യാനിച്ചാൽ മതി. വലിയ ദൈവശാസ്ത്രമൊന്നും പറയുന്നില്ല, എനിക്ക് അറിയില്ല. ഒന്ന് ഞാൻ പറയാം. 12-ാമത്തെ അധ്യായം, 1 കൊറിന്തോസ് 12-ാമത്തെ അധ്യായം 27 മുതലുള്ള വചനങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട്. ഒരു 20 മിനിറ്റ് ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തീരും കേട്ടോ. ഒരു 20 മിനിറ്റ് ചിന്തിക്കാണ്. 12-ാമത്തെ അധ്യായം 1 കൊറിന്തോസ് 12-27 മുതൽ. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ആരുടെ ശരീരമാണ്? ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആരുടെ അവയവങ്ങളാണ്. ഒരു അപ്പൻ്റെ അമ്മയുടെയും മുഖച്ചായ ഉണ്ടാവും അല്ലെ? ശാരീരികമായ ഘടന നോക്കി കഴിഞ്ഞാൽ നമ്മൾ കണ്ടാൽ പറയും അത് ഇന്ന വീട്ടിലെ ലൂസ് ചേച്ചിയുടെ മോളെ അമ്മയെ പോലെ തന്നെ മോളുണ്ട്. അത് ഇന്ന വീട്ടിലെ അന്തോണിയാരുടെ മോന. കാരണം എന്താ? അപ്പൻ്റെ അതേ മുഖച്ചായുണ്ട്. എന്നെ കണ്ടിട്ട് അങ്ങനെ പലരും പറയാറുണ്ട്, എൻ്റെ അപ്പൻ മരിച്ചുപോയി, ഇത് ഔസേപ്പിൻ്റെ മോനാണെന്ന് പറയും. അത് എഴുതി വെച്ചിട്ടുണ്ട്, നെറ്റിമ നോക്കിയാൽ വിളിച്ചു പറയും. ഉയരം, കളർ, വണ്ണം ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ 50 വർഷം മുമ്പ് എൻ്റെ അപ്പൻ മരിച്ചുപോയി. 50 വർഷം മുമ്പാണ്, മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ 58 കഴിഞ്ഞിട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ 50 വർഷം മുമ്പാട് പോയ അതേ കാലഘട്ടങ്ങളിൽ കണ്ടിരുന്ന എൻ്റെ അപ്പനെ കണ്ടിരുന്നവർ പറയും ഇതാ പോണത് ഔസേപ്പിൻ്റെ മോനാണ്. കാരണം എന്താ? ശരീരഘടനയിലെ അപ്പൻ്റെയും അമ്മയുടെയും ഒരു പാറ്റേൺ ഉണ്ടാവും. ഇവിടെ കർത്താവ് പറയാണ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആണോ? ആണോ എന്ന് ചോദിക്കുമ്പോൾ സംശയപ്പെടരുത്. കാരണം ഉൽപ്പത്തിയുടെ 3 എഴുതി വെച്ചിട്ടുണ്ട്, മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം എന്താ പറയുന്നത്? മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് നല്ലവരാന്ന് പറഞ്ഞു. നിങ്ങളെ സൃഷ്ടിച്ചത് എൻ്റെ ഛായയിലും. ഒന്ന് കയ്യടി കൊടുത്തേ. മനസ്സിലായോ? മനുഷ്യനെ സൃഷ്ടിച്ചത് ആരുടെ ഛായയില? ഇവിടെ ശരീരമാവുമല്ലോ, ശരീരത്തിൻ്റെ ഘടനയുണ്ട്, ശരീരമാണ് അല്ലേ? ശരീരത്തിൻ്റെ നിങ്ങൾ ഓരോരുത്തരും അതിലെ അവയവങ്ങളാണ്. ഈ അവയവങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാണ്.